നമസ്കാരം. ഇറാൻ അമേരിക്ക യുദ്ധം ഇന്ന് 12 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ ഭാവി എന്താണ് എന്നത് സംബന്ധിച്ച് ആർക്കും കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നത് തന്നെ ലോകത്തിനും പശ്ചിമേഷ്യയ്ക്കും വലിയ ആശങ്ക നൽകുന്ന സാഹചര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിനിടയിൽ അമേരിക്ക വീണ്ടും ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഞങ്ങളെ എങ്ങനെയൊക്കെ നിങ്ങൾ ആക്രമിച്ചാലും ഞങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാന്റെ വാദങ്ങൾ അതേപടി ഇറാന് നേരെ തിരിച്ച് ഉപയോഗിക്കുകയാണ് അമേരിക്ക. അത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ യുദ്ധരംഗത്ത് അമേരിക്ക എത്തി എന്ന് തന്നെയാണ് ഇത് നൽകുന്ന തെളിവ്. നോക്കാം ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ യുദ്ധത്തിൽ ഇറാൻ നടത്തുന്ന തിരിച്ചടി എങ്ങനെയൊക്കെയാണ് അമേരിക്കയെ അത്ഭുതപ്പെടുത്തുന്നത്, ഭയപ്പെടുന്നത്, അത് കണ്ട് ട്രംപ് അന്തം വിടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം വാൾസ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അമേരിക്കൻ മാധ്യമത്തിൽ ഒരു നിർണായകമായ റിപ്പോർട്ട് വന്നിരുന്നു. അത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇത്രയും വ്യക്തമായി, ഇത്രയും സ്പഷ്ടമായി, ഇത്രയും കൃത്യമായി എങ്ങനെ ഇറാൻ ആക്രമിച്ച് തകർക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാർത്തയാണ്. അതിലെന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഇറാന് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനുള്ള സാങ്കേതിക മികവ് വല്ലാതെ വർദ്ധിച്ചു എന്ന് US ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് ഇറാന്റെ 80%, 85%, 90% ഒക്കെ സൈനിക ശേഷിയും ആയുധശേഷിയും തകർത്തു എന്നും ഇറാന് അമേരിക്കയെ ആക്രമിക്കാൻ കെൽപ്പില്ല എന്നുമൊക്കെ വിടുവായത്തരവും ഗീർവാണവും അടിച്ചുവിടുന്ന സമയത്ത് ഇറാൻ തങ്ങളുടെ സാങ്കേതിക വിദ്യ കരുത്തുറ്റതാക്കി പ്രിസൈസ്ഡ് ആയിട്ടുള്ള കൃത്യമായി ലക്ഷ്യം തകർക്കുന്ന വിധത്തിലുള്ള നിർണായകമായ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അത് അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം വല്ലാത്ത തോതിൽ ആശങ്കയിലാക്കിയിരിക്കുന്നു എന്നുള്ളതുമാണ് ആ റിപ്പോർട്ടിന്റെ കാതൽ. എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് എത്തി നിൽക്കുന്നത് റഷ്യയിലേക്കും ചൈനയിലേക്കുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അമേരിക്കൻ സൈനികർക്ക് ഇത്രത്തോളം ജീവഹാനി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. 18 അമേരിക്കൻ സൈനികരാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം 3 സൈനികർ അടുപ്പിച്ചുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് ട്രംപിനെ വൈകാരികമായി വല്ലാതെ ബാധിച്ചു എന്നതിന്റെ തെളിവായിട്ടാണ് സൈനികരുടെ ജീവന് ഞങ്ങൾ പകരം ചോദിക്കും, പ്രതികാരം ചെയ്യുമെന്ന വാദവുമായി ട്രംപ് ഇന്നലെ രംഗത്തിറങ്ങിയത്. എന്തായാലും ഇരുപക്ഷവും ഈ യുദ്ധത്തിൽ കരാറുകൾ ലംഘിച്ചിട്ടുണ്ട് എന്നാണ് അവർ ഇങ്ങോട്ടും അങ്ങോട്ടും ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായി ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളിൽ ആരോടൊപ്പം നിൽക്കുമെന്ന ചോദ്യമൊക്കെ ചില കപട വിദേശ നിരീക്ഷകർ നിരത്തുന്നത് കാണാം. അതായത് അമേരിക്കയാണ് ശരി, അമേരിക്ക ചെയ്തത് തെറ്റാണ്, ഇറാനാണ് ശരി, എന്നാൽ ഇറാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് പല വള്ളങ്ങളിൽ കാല് അകത്തി വെച്ചുകൊണ്ട് ഒരു റബ്ബർ ബാൻഡ് കണക്ക് ഒരു ആധികാരികതയും ഇല്ലാതെ പലതരത്തിലുള്ള ഊഹക്കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊരങ്ങനാടുന്നത് പോലെ ആടിപ്പറയുന്ന ചില കപട വിദേശ നിരീക്ഷകരൊക്കെ യൂട്യൂബർമാർക്കിടയിൽ സജീവമാണ്. അവർ പറയുന്ന തള്ളുകളല്ല കേട്ടോ നമ്മൾ പറയുന്ന യാഥാർത്ഥ്യം. നമ്മൾ പറയുന്നത് കൃത്യമായ അക്യുറേറ്റ് ആയിട്ടുള്ള വാർത്തകളാണ്. അതും മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന, മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന പല വാർത്തകളും നമ്മൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ സഹായത്തോടു കൂടി ചികഞ്ഞെത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യദുനാരായണൻ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിന് കാര്യം അതുകൊണ്ടാണ്. കാരണം എന്താണ്, ഒരുപാട് പേർ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച് എൻ്റെ പേഴ്സണൽ നമ്പറിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വർഷങ്ങളുടെ മാധ്യമ പ്രവർത്തന പാരമ്പര്യമുണ്ടെന്നും കുറേ കാലം അധ്യാപകനായി തള്ളി മറിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറയുന്ന കുറേ കപട വിദേശകാര്യ വിദഗ്ധർ പല വിധത്തിലുള്ള തള്ളുകളും നടത്തുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് കൃത്യമായി യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ചാനലിനോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അമേരിക്ക എന്തോ കിളച്ചു മറിക്കുന്നു, ഇറാന്റെ ഭാഗത്താണ് പൂർണ്ണമായും തെറ്റ് എന്ന് പറയുന്ന രീതിയിൽ പല വിധത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളും നമുക്കിടയിൽ നടത്തുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ യുദ്ധം തുടങ്ങി വെച്ചത് ആരാണ്? എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം? അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി, ആണവ ഭീഷണി അവസാനിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നടത്തിയ ഈ യുദ്ധത്തിൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അമേരിക്ക? അമേരിക്കയ്ക്ക് ഇപ്പോൾ ആണവ വിഷയമില്ല, ഇസ്രായേലിന്റെ സുരക്ഷയില്ല, അമേരിക്കയുടെ മുന്നിൽ ഹോർമൂസ് മാത്രമാണ്. അതെങ്ങനെയാണ്? ഹോർമൂസ് പിടിച്ചെടുക്കണം, ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം, ഹോർമൂസിൽ നിന്ന് ചുങ്കം മേടിക്കണം, ഇല്ലാത്ത ആവശ്യങ്ങളൊന്നുമില്ല അമേരിക്ക. അപ്പോൾ
ഹോർമൂസ് പിടിച്ചെടുക്കുക, ഇറാനെ കീഴ്പ്പെടുത്തുന്നതിലൂടെ അവിടുത്തെ എണ്ണ അടിച്ചു മാറ്റുക, യുറേനിയം എടുത്തുകൊണ്ട് പോവുക, അതിൻ്റെ കൂടെ ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്കും കൂടി സ്വന്തം കയ്യിലേക്ക് കൊണ്ടുവന്ന് അന്താരാഷ്ട്ര തലത്തിലെ എണ്ണ വിപണി പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അതിനു വേണ്ടിയാണ് ഈ യുദ്ധം ഇമാതിരി പുള്ളി കത്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ ഇപ്പോഴും ഇസ്രായേൽ വേണം. ഇസ്രായേൽ കാരണമാണ് യുദ്ധം തുടങ്ങിയെന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് ഇസ്രായേൽ എവിടെ? നെതന്യാഹു സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ജീവനും നിലനിൽപ്പും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആണവ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ട്രംപ് സംസാരിക്കുന്ന പോലുമില്ല. അതേസമയം ഹോർമൂസ് കടലെടുക്ക് ഞങ്ങളുടേതാണ്, ഹോർമൂസ് കടലെടുക്ക് തുറന്നു കിടക്കുകയാണ്, ഹോർമൂസിൽ ഞങ്ങൾ സുരക്ഷ ഏർപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുകയാണ് ട്രംപ്. അപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? അത് ഹോർമൂസ് കടലെടുക്ക് തന്നെയായിരുന്നു. അതിനുവേണ്ടിയാണ് ആണവ ഭീഷണി എന്നൊക്കെ പറഞ്ഞ് യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഇറാന് പിന്നിൽ ആരാണ് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ ലക്ഷ്യം കാണുന്നുണ്ട്. അതായത് ഇറാൻ പറയുന്നു അറബ് രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ തകർക്കുമെന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ കുവൈറ്റിലെ താപോവൈദ്യുത നിലയ കേന്ദ്രത്തിലേക്ക് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ആക്രമണം നടക്കുന്നു. അത് കൃത്യമായി ലക്ഷ്യം കാണുന്നു. അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ദിവസങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ ജോർദാനിലേക്ക് ആക്രമണം നടത്തുന്നു. അമേരിക്കയുടെ വിമാനങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നതനുസരിച്ച് അവിടങ്ങളിലേക്ക് പ്രിസൈസ്ഡ് ആയിട്ടുള്ള കൃത്യമായ മിസൈൽ അറ്റാക്ക് ഉണ്ടാകുന്നു. ഒരിക്കലും ഫൈറ്റർ ജെറ്റുകളുമായിട്ട് പോയിട്ട് അതിന് മുകളിൽ ചെന്ന് ബോംബെടുത്ത പരിപാടിയല്ല. ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വിടുന്ന മിസൈലുകൾ അമേരിക്കയുടെ പാട്രിയോട്ട് അടക്കമുള്ള നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് അതിവേഗത്തിൽ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്നു എന്നുള്ളതാണ് അമേരിക്കയെ അമ്പരപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇറാൻ ഇത് സാധിക്കുന്നത്? കാരണം ട്രംപ് അവകാശപ്പെടുന്നത് ഇറാന്റെ മുഴുവൻ മിസൈൽ കേന്ദ്രങ്ങൾ, ലോഞ്ചിങ് പാഡുകളൊക്കെ തകർത്തു എന്നാണ്, ആയുധപ്പുരകൾ തകർത്തു എന്നാണ്, ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക മേഖലകൾ തകർത്തു എന്നാണ് അമേരിക്ക നിരന്തരമായി അവകാശപ്പെടുന്നത്. പക്ഷെ അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? അപ്പോഴും സംഭവിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രത്യാക്രമണങ്ങൾ, തിരിച്ചടികൾ അതിരൂക്ഷമായി ഈ പറയുന്ന അമേരിക്കയ്ക്ക് മേൽ വന്നു പതിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് മേൽ വന്നു പതിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇറാൻ തദ്ദേശീയമായി നിരവധി മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഭൂഗർഭ ിൽ വലിയ രീതിയിൽ പിക്കാസ് മൗണ്ടൻസിലൊക്കെ ഭൂഗർഭ തുരങ്കങ്ങളിൽ വ്യാപകമായ ആയുധ നിർമ്മാണം നടക്കുന്നുണ്ട്. ആണവ സംഭരണ കേന്ദ്രങ്ങൾ അടക്കം അവിടെ സജീവമാണ്. ഭൂഗർഭ തുരങ്കങ്ങളിൽ മിസൈൽ നിർമ്മാണം നടക്കുന്നു എന്ന് അമേരിക്ക ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ രഹസ്യമായി നിർമ്മിക്കുന്ന പുതിയ മിസൈലുകൾ, അതായത് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ സാങ്കേതിക വിദ്യ അതോടൊപ്പം ചേർക്കുന്നു. അപ്പോൾ വെറുതെ ഒരു സാങ്കേതിക വിദ്യ ഇറാന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ നാളുകളായി യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഇതുവരെ ഉപയോഗിക്കാത്ത വിധത്തിലുള്ള ഈ ഇന്റർസെപ്റ്റേഴ്സിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പായുന്ന അതിവേഗത്തിൽ പല രീതിയിൽ പല രൂപത്തിൽ, അതായത് പല വഴികളിലൂടെ വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന, ഇങ്ങനെ മാറി 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 പല ഡയറക്ഷനിൽ സഞ്ചരിച്ചൊടുവിൽ ലക്ഷ്യത്തിലെത്തുന്ന ഇന്റർസെപ്റ്റേഴ്സിനെ കളിപ്പിക്കുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിടുന്നത്. ഇത് ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാൻ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിൽ യുദ്ധം അതിതീവ്രമാകുമ്പോൾ ഇത്രയും അത്യാധുനികമായ മിസൈലുകൾ എങ്ങനെ ഇറാൻ ഉപയോഗിക്കുന്നു, എങ്ങനെ ഇതൊക്കെ ഇറാനിലേക്ക് എത്തിച്ചേരുന്നു, ഇതിന്റെ സാങ്കേതിക വിദ്യ എങ്ങനെ ഇറാന് ലഭിക്കുന്നു, ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് കൃത്യമായി തന്നെ വാൾസ്ട്രീറ്റ് ജേർണൽ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന നിലയിൽ ഇപ്പോൾ വരുന്നത് റഷ്യയോ ചൈനയോ ആയിരിക്കാം ഈ മിസൈലുകളുടെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ്. അതായത് ഇറാനിൽ നിന്ന് തന്നെയാണ് ഫിസിക്കലി ഈ മിസൈലുകൾ പോയത് എങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യ നൽകുന്നതോ റഷ്യയോ ചൈനയോ ആയിരിക്കുമെന്നാണ്. അതിൽ സാധ്യതാപരമായി ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഷാഡോ ഫ്ലൈറ്റുകളിലൂടെ, ഗോസ്റ്റ് ഷിപ്പുകളിലൂടെ പല സമയങ്ങളിലായി ഇറാനിൽ ചൈനീസ് റഷ്യൻ മിസൈലുകൾ എത്തിയിട്ടുണ്ടാകാമെന്ന സാധ്യതകൾ പലപ്പോഴും പലരും ഉന്നയിച്ചിരുന്നു. അല്ലെങ്കിൽ ചൈനീസ് മിസൈലുകളോ റഷ്യൻ മിസൈലുകളോ പണം കൊടുത്ത് വാങ്ങാൻ ഇറാന് സാധിക്കും. അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകൾ നൽകി റഷ്യയെ സഹായിച്ചതിന് പ്രത്യുപകാരമായി ഇറാൻ ഒരു യുദ്ധമുനമ്പിൽ നിൽക്കുമ്പോൾ റഷ്യയ്ക്ക് തിരിച്ച് സഹായിക്കാൻ കഴിയും. അതായത് ഒരു വലിയ യുദ്ധം മുന്നിൽ കാണുന്നുണ്ടായിരുന്നു ഇറാൻ. അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി താൻ രക്തസാക്ഷിത്വം വരിക്കുമെന്നതിൻ്റെ സാധ്യതകൾ പലപ്പോഴും പറഞ്ഞിരുന്നു. ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാകാനുള്ള സകല സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ കാലങ്ങളോളം ഈ യുദ്ധം എങ്ങനെ കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച് കൃത്യമായ പദ്ധതി ഉണ്ടാക്കിയിരുന്നു. അത് ഒരു ഘട്ടത്തിൽ ആയത്തുള്ള അലി ഖാംനെയി പറയുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കിയ കൂട്ടത്തിൽ തങ്ങളുടെ പ്രതിരോധം കൂടി വർദ്ധിപ്പിക്കണമെന്ന് പദ്ധതിയിട്ട് ഇറാൻ ഈ വിധത്തിൽ തന്ത്രപരമായി ഗംഭീര മിസൈലുകൾ
അത് ഒരു ഘട്ടം കഴിയുമ്പോൾ യുദ്ധം അതിതീവ്രമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗംഭീരമായ ഒട്ടനവധി മിസൈലുകൾ അണിയറയിൽ റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടു കൂടി തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മിസൈലുകളെ തടയാൻ, വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക സന്നാഹങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻറ്റർസെപ്റ്ററുകൾക്ക് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ജോർദാനിലും കുവൈറ്റിലും ഒക്കെ വലിയ തോതിലുള്ള പ്രഹരം നൽകുന്ന വിധത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തിയത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഓരോ ആക്രമണം കഴിയുമ്പോഴും ഇറാൻ കൂടുതൽ കരുത്തുറ്റതായി മാറുന്നു, ഓരോ അറ്റാക്ക് കഴിയുന്തോറും ഇറാൻ കുറെ കൂടി പ്രിസൈസ്ഡ് ആയിട്ട് എങ്ങനെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു, ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്ന വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോഴാണ് വാൾസ്ട്രീറ്റ് ജേർണലൊക്കെ ഇത്തരത്തിൽ കൃത്യമായ ചില സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും റഷ്യയും ചൈനയും ഒക്കെ ഇപ്പോൾ തന്നെ ഈ യുദ്ധത്തിൽ ഇൻവോൾവ് ആകുകയും അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ വേണ്ടി പരമാവധി ഇറാനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അവരുടെ എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യയും മറ്റ് സഹായങ്ങളും ഇറാന് ലഭിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ് അമേരിക്കയെ സംബന്ധിച്ച്. എന്ന് മാത്രമല്ല, എളുപ്പത്തിൽ ഇനി ഇറാനെ കീഴ്പ്പെടുത്തി മുട്ടുകുത്തിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം നാറ്റോ സഖ്യങ്ങളെയൊക്കെ ഇറക്കി ഹോർമൂസിൽ ഒരു തന്ത്രപ്രധാനമായ നീക്കം സ്വപ്നം കാണുന്ന അമേരിക്കയ്ക്ക് റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ അനുകൂല സാന്നിധ്യം, ഇറാനെ സഹായിക്കുന്ന ആ സാന്നിധ്യം വലിയ തിരിച്ചടിയാവുകയും ചെയ്യുമെന്ന കാര്യമാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്.